ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദൃശ്യപത്രമാധ്യമങ്ങളടക്കം വളരെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ, 13 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. വളരെ ഞെട്ടലോടെയാണ് കേരളീയ സമൂഹമൊക്കെ അതിനെ നോക്കിക്കണ്ടത്. പിന്നീട് വലിയ ചർച്ചയാകുന്നു, പോലീസ് കേസാകുന്നു. ഇപ്പോൾ 10 വിദ്യാർത്ഥികളോടും തന്നെ പീഡിപ്പിച്ചു എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പരാതി. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കടക്കം ആ പെൺകുട്ടിയെ ഹാജരാക്കുന്നു. എന്നാൽ അത്തരത്തിൽ വൈദ്യപരിശോധനയിൽ യാതൊരുവിധ തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഒന്നും തന്നെയില്ല. അങ്ങനെ വീണ്ടും പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. തന്റെ സഹപാഠി പ്രണയാഭ്യർത്ഥന തനിക്ക്, അതായത് ആ പെൺകുട്ടിക്ക് തന്റെ സഹപാഠിയായ ഒരു ആൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയാഭ്യർത്ഥന ആ ആൺകുട്ടി നിരസിച്ചതിന്റെ വൈരാഗ്യത്തിനാണ് പെൺകുട്ടി ഇത്തരത്തിൽ കള്ളമൊഴി കൊടുത്തത് എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്തല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയ കേസുകളിലേക്കൊക്കെ നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ അത്യന്തം ഗുരുതരമാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്കൊന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പോകാതിരിക്കുക. ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ബൈ.